നെന്മാറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണു. 3 വർഷം മുൻപ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലാണ് തകർച്ച. വില്ലേജ് ഓഫീസ് സേവനങ്ങൾക്കായി നിരവധി പേരെത്തിയ സമയത്താണ് അപകടമുണ്ടായത്. ആളപായമില്ലാത്തത് ആശ്വാസമായി. ജീവനക്കാർ സ്മാർട്ട്, സേവനവും സ്മാർട്ട്. പക്ഷേ കെട്ടിടം സ്മാർട്ടാണെന്ന അവകാശവാദം പാടെ തിരുത്തേണ്ടി വരും. ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് വലിയൊരു ദുരന്തമൊഴിവായതിന്റെ ആശ്വാസത്തിലാണ് നെന്മാറ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരും പൊതുജനങ്ങളും. രാവിലെ 11:30യോടെയാണ് സംഭവം. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ പ്രധാന ഭാഗത്തെ സീലിംഗ് അപ്രതീക്ഷിതമായി അടർന്നു വീഴുകയായിരുന്നു. സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അൻഷാദിന്റെ മേശപ്പുറത്തേക്കാണ് സീലിംഗ് അടർന്നു വീണത്. വില്ലേജ് ഓഫീസിലെ സേവനത്തിനായി എത്തിയ 2 വയോധികർ തന്റെ ക്യാബിനിൽ നിന്ന് എഴുന്നേറ്റുമാറി നിമിഷങ്ങൾക്കുള്ളിലാണ് അപകടമുണ്ടായതെന്ന് അൻഷാദ് പറഞ്ഞു. ജോലിയായിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് 2 ആൾക്കാർ എൻ്റെ ഫ്രണ്ടിലിരുന്നതാണ്. ജസ്റ്റ് പെട്ടെന്ന് വലിയൊരു ശബ്ദം വേണം നമ്മൾ നോക്കുന്നത്. നമ്മുടെ വേല വീണാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ആരുടെയും പുറത്ത് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇരുന്നത്. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കുന്ന അവസ്ഥ, അതാണ് നമുക്ക് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് പേടിയായി. എന്തായാലും വലിയൊരു ഇതാണ് ഒഴിഞ്ഞു പോയത്. ജസ്റ്റ് ചെറിയൊരു വ്യത്യാസത്തിലാണ് വലിയൊരു അപകടം ഒഴിഞ്ഞു പോയത്. 2023 കെട്ടിടം നിർമ്മാണം ഉദ്ഘാടനം ചെയ്തത്. 2 വില്ലേജ് അല്ലെങ്കിൽ വില്ലേജും നെന്മാറ വില്ലേജും ഒരുമിച്ചാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീഴാന്നുള്ളൊരു അവസ്ഥയിലാണ് ബാക്കി സീലിംഗ് കൂടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തഹസിൽദാർ കളക്ടറേറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിനീയർമാരെ അവരിനൊക്കെ അറിയിക്കാൻ പെട്ടെന്ന്. അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ നമുക്കിവിടെ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ വേണമെങ്കിൽ ഇളകി വീഴും. ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ വേറെ ഇനിയൊരു അപകടം കൂടി ഉണ്ടാകാനുള്ള സാധ്യത. ഒരു അപകടം ജസ്റ്റ് ഒഴിഞ്ഞ് മാറിയിട്ടുള്ളൂ. പക്ഷെ ഇനിയൊരു അപകടം കൂടി ഉണ്ടാകാതിരിക്കാൻ വേണ്ട കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തഹസിൽദാർ പറഞ്ഞു. 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടത്തിലാണ് നെന്മാറ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ബലക്ഷയം മൂലം അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചുമാറ്റിയാണ് നിലവിലെ കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മിതി കേന്ദ്രയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സ്മാർട്ട് വില്ലേജാക്കി ഉയർത്തി 3 വർഷത്തിനുള്ളിൽ തന്നെ കെട്ടിടത്തിന്റെ സീലിംഗ് അടർന്നു വീണതോടെ ജീവനക്കാരും പൊതുജനങ്ങളും ഭീതിയിലാണ്. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിൽ സീലിംഗ് അടർന്നു വീണ് നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് വില്ലേജ് ഓഫീസർ സുധീഷ് പറഞ്ഞു. 2 കക്ഷികൾ ഇരിക്കുന്ന ഭാഗത്താണ് സീലിംഗ് മധ്യഭാഗത്തായിട്ടുള്ള മെയിൻ ഹാളിലെ മധ്യഭാഗത്തായിട്ടുള്ള സീലിംഗ് അടർന്നു വീണത്. ഭാഗ്യം കൊണ്ടാണ് 2 കക്ഷികൾ പരിക്കില്ലാതെ. സ്റ്റാഫിന് പരിക്കേറ്റതായിരുന്നു. നിർമ്മിതിക്കാരെ വിവരം അറിയിച്ചിട്ട് തഹസിൽദാർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കാരണം പണി പൂർത്തിയായിട്ട് ഏകദേശം 5-ാം വർഷമാണ്. സ്മാർട്ട് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് 5-ാം വർഷമാണ് സംഭവിക്കുന്നത്. അതിന് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് തോന്നുന്നു. പുതിയ ഓഫീസിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പഴയ കെട്ടിടമാണ് പിന്നെയും കൊല്ലാവുന്ന രീതിയിൽ നിൽക്കുന്നത്. നേരത്തെ വല്ലങ്ങിയിൽ ഞാൻ വിലാസമായിരിക്കും ഇതേപോലെ സീലിംഗ് പൊട്ടി വീണിട്ടാണ് പുതിയ എനിക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പുതിയ വില്ലേജ് സ്മാർട്ട് വില്ലേജിലുള്ള പ്രപ്പോസൽ പോയത്. 2 കെട്ടിടങ്ങളും പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.